ശരിക്കും സുഡ സുഡ ഇഡലി കേട്ടോ. ഒരു 4 പ്രാവശ്യം ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയത്. കാരണം ഇത് ഏകദേശം ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പം ഫുൾ കഴിയും. കാരണം അത്രയ്ക്ക് ആളുണ്ട്. നമ്മുടെ കിഴക്കേക്കോട്ടയിൽ നിന്ന് ശ്രീ പത്മനാഭപുര ക്ഷേത്രത്തിൻ്റെയൊക്കെ ഫ്രണ്ടിലൂടെ ചെന്നിട്ട് ഒരു റൈറ്റ് ടേൺ എടുക്കണം. അവിടെ ഒരു മ്യൂസിയം, വാക്സ് മ്യൂസിയം ഒക്കെ ഉണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഈ സുഡ സുഡ ഇഡലി കേട്ടോ. ഞങ്ങൾ അപ്പനും ഉണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, പിന്നെ മക്കളെല്ലാം ഉണ്ടായിരുന്നു. അപ്പനും അമ്മ ഞങ്ങൾ കാറിലിരുത്തി. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് കുറച്ച് ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയാണിത്. അതിൽ നമുക്ക് അറിയണ്ടാവും വെങ്കിടേഷ്. അപ്പം അപ്പനും അമ്മയ്ക്ക് പ്രായമുള്ളവർക്ക് നേരത്തെ ഇഡ്ഡലി തരണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഇഡ്ഡലി റെഡി ആയിരുന്നു. അത് ഞങ്ങൾക്ക് തരുകയും ചെയ്തു. പക്ഷേ അല്ലാത്ത ഇഡ്ഡലികളൊക്കെ കിട്ടാനായിട്ട് കുറച്ച് സമയം എടുത്തിട്ടോ. 20 മിനിറ്റ് എന്നാണ് അവർ പറയുന്നത്. അതിൽ ഏതൊക്കെ ഉണ്ടായിരുന്നു? സോയ ഇഡ്ഡലി ഉണ്ടായിരുന്നു, അതുപോലെ വേറെ എന്തായിരുന്നു നമ്മളെ ബട്ടർ ഇഡ്ഡലി, പൊടി ഇഡ്ഡലി, സാദാ ഇഡ്ഡലി, ദം ഇഡ്ഡലി, ഇത്രയൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയത് കേട്ടോ. ബാക്കി വെറൈറ്റീസ് ഉണ്ടാവുമായിരിക്കും, എനിക്ക് അതിനെപ്പറ്റി വലിയ വിവരമില്ല. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു, നല്ല സുഡ സുഡ ഇഡ്ഡലി തന്നെയായിരുന്നു. അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന എനിക്ക് തോന്നുന്നു വെങ്കടേഷായിരുന്നു കേട്ടോ. അത് എഴുതി നമ്മുടെ ക്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതെടുക്കുന്നതും എന്താ പറയുക, ഓർഡർ എടുക്കുന്നതും പിന്നെ അതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ അദ്ദേഹമായിരുന്നു. അപ്പനും അമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം വിചാരിച്ചു ചായയൊന്നും ഇല്ലെങ്കിൽ അവരെങ്ങനെയാണ്, കാരണം ചായയൊക്കെ കുടിക്കുന്നതാണ് അപ്പന് കൂടെ ചായ കുടിക്കണം, അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു മുമ്പ് ചെറിയൊരു ചായക്കട വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ അവിടെ നിന്ന് കുടിക്കാം. അങ്ങനെ സുഡ സുഡ ഇഡ്ഡലി എന്തായാലും നല്ലതായിരുന്നു കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങൾ വിസിറ്റ് ചെയ്യണേ.